ഞാൻ വളപട്ടണം സി ആയിരിക്കുന്ന കാലത്ത് 3 അമ്പലമോഷണ കേസുകൾ അടുപ്പിച്ച 3 ദിവസങ്ങളിൽ 3/3/2009, 4/3/2009, 6/3/2009 തീയതികളിലായി നടന്നു. ഈ മോഷണം ഏതാണെങ്കിലും ഒരു നാണക്കേട് പോലെയാണ് പോലീസ് സേന കാണുന്നത്. പ്രത്യേകിച്ച് ഓഫീസർമാർ SI ആണ് അല്ലെങ്കിൽ CI ആണ് ചാർജ് ഉള്ളവരെന്നുണ്ടെങ്കിൽ അവർക്കത് മോശമായിട്ടാണ് കാണുന്നത്. ഇത് അമ്പലമോഷണം ആകുമ്പോഴും അല്ലെങ്കിൽ പള്ളി മോഷണം ആകുമ്പോഴത്തേന് അതിന് സീരിയസ്നെസ് കൂടും. ഇതിപ്പോൾ ഒരമ്പലത്തിലെ മോഷണമല്ല വളപട്ടണത്ത് റിപ്പോർട്ട് ചെയ്തത്. അടുത്തടുത്ത ദിവസങ്ങളിൽ 3 അമ്പലങ്ങളിൽ മോഷണം നടന്നു. ആദ്യത്തെ മോഷണം നടന്നത് 3/3/2009 തീയതി രാത്രിയിൽ മോഷണം നടന്നത് കുറുവൻതെരു ശ്രീ ഗണപതി മണ്ഡപത്തിലാണ്. അവിടുന്ന് ഏതാണ്ട് 20,000 രൂപയുടെ, അത് പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതിന് ശേഷം അകത്ത് സൂക്ഷിച്ചിരുന്ന 20,000 രൂപയുടെ പാത്രങ്ങൾ, അമ്പലത്തിലെ പാത്രങ്ങൾ മോഷണം ചെയ്തു. അമ്പലത്തിൻ്റെ പൂട്ട് പൊളിക്കുക എന്ന് അല്ലെങ്കിൽ മണ്ഡപത്തിൻ്റെ പൂട്ട് പൊളിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർ എല്ലാവരും അത് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതിന് കുറേ ആൾക്കാർ അവിടെ കൂടി അതിൻ്റെ പ്രതികളെ അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ച്, അതിന് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഈ അമ്പലമോഷണ കേസുകൾ പെട്ടിട്ടുള്ള പ്രതികളുടെ ഒരു ലിസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ജില്ലയിൽ DCRB എന്ന് പറയുന്ന സംവിധാനത്തിലും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എടുത്ത് ഇതിന് ആരാണ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയിട്ട് അവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം, ആരെങ്കിലും പിന്നെ ഈ അടുത്ത കാലത്ത് ജയിൽ മോചിതരായിട്ടുള്ള കള്ളന്മാരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതുപോലെ തൊട്ടടുത്ത സ്റ്റേഷനുകളിലേക്ക് നമ്മൾ മെസ്സേജ് കൊടുക്കും. ഇത്തരം കുറ്റകൃത്യത്തിൽപ്പെട്ടുള്ള ആൾക്കാരെ ചെക്ക് ചെയ്തിട്ട് വിവരം തരാൻ പറഞ്ഞ് കൊടുക്കും. ഇതും അതുപോലെ തന്നെ നടപടികൾ എടുത്തു. ഈ കേസിൽ 5-ാം തീയതി രാവിലെ ഒരു കേസ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് കൊളച്ചേരി നണിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് ഇൻസിഡൻ്റ് ഉണ്ടായത്. 4-ാം തീയതി രാത്രി ഏതോ കള്ളന്മാർ ക്ഷേത്രത്തിൻ്റെ പൂട്ട് പൊട്ടിച്ച് അകത്ത് കടന്ന് പഞ്ചലോഹ വിഗ്രഹവും അതോടൊപ്പം തന്നെ മൂലവിഗ്രഹവും ഉണ്ടാക്കാനുള്ള സ്വർണ്ണാഭരണങ്ങളും അടക്കം ഏതാണ്ട് 4,70,000 രൂപയുടെ മുതലുകൾ മോഷണം ചെയ്തു കൊണ്ടുപോയി. ആ കേസിലും ഇതുപോലെ തന്നെ അവിടെ പോയി ഇതിനകത്ത് ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റൊക്കെ എടുത്തു, അവരെ പരിശോധിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. അപ്പോൾ 2 കേസായപ്പോഴത്തേന് മേലെ നിന്ന് വിളി തുടങ്ങി. ഒന്നായപ്പം തന്നെ നാണക്കേട് പോലെയാണ്. അപ്പോൾ രണ്ടാമത്തത്, ആദ്യം പാത്രമാണ് പോയതെങ്കിൽ രണ്ടാമത്തെ ഇൻസിഡൻറ്റിൽ വിഗ്രഹവും മൂലവിഗ്രഹവും ഉണ്ടാക്കാനുള്ള ആഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ സീരിയസ് ആയി. അപ്പം പുറത്തേക്ക് അന്വേഷിക്കാനുള്ള ഏർപ്പാടുകൾ ഒക്കെ ചെയ്തു. അങ്ങനെ ആ അമ്പലമോഷണ കേസിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കെ തൊട്ടടുത്ത ദിവസം 6-ാം തീയതി ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് നാറാത്ത് ചേരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടുത്തെ കഴകപ്പുര കുത്തിപ്പൊളിച്ച് കള്ളന്മാരകത്ത് കടന്നിട്ട് അവിടുന്നും ഏതാണ്ട് 10-30,000 രൂപ വില വരുന്ന പാത്രങ്ങൾ മോഷണം ചെയ്തു കൊണ്ടുപോയി. അപ്പം അടുപ്പിച്ചടുപ്പിച്ച ദിവസങ്ങളിൽ 3 മോഷണം, അതും ഒരേ സ്റ്റേഷൻ ലിമിറ്റിൽ. സംഗതി വളരെ ഗുരുതരമായി. അപ്പോൾ എല്ലാവരും SIയും CIയും DYSP എല്ലാവരും ഈ കേസ് കണ്ടുപിടിക്കാനുള്ള ഒരു തിടുക്കത്തിലായി. ജില്ലയിലുള്ള സ്ക്വാഡുകാരും അന്വേഷിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വളപട്ടണം സ്റ്റേഷനിലുള്ള സ്ക്വാഡിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരല്ലാതെ തന്നെ ജില്ലാ SPയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ക്വാഡുകാരും കൂടെ ഈ കേസിൻ്റെ അന്വേഷണത്തിന് എൻക്വയറി നടത്താനായിട്ട് തയ്യാറായിട്ട് വന്നു. ഒരാഴ്ചത്തോളം ഞങ്ങൾ ഈ കേസിൻ്റെ പുറകെ അന്വേഷിച്ച് കിടന്നു. യാതൊരു വിവരവും കിട്ടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറേയേറെ ഇത്തരം കേസുകൾ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരെ ചെക്ക് ചെയ്യുകയും അവരുടെ വീടുകളിൽ പോവുകയൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ഒന്നിനും ഒരു തെളിവും കിട്ടുന്നില്ല. എങ്ങൊന്നും തന്നെ ഫിംഗർ പ്രിൻ്റ് ലഭ്യമായതുമില്ല. തെളിവ് സാധനം നമുക്ക് കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫിംഗർ പ്രിൻ്റ്. ഫിംഗർ പ്രിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ കുറ്റവാളികളാണെങ്കിൽ, കേസുകൾ ഉൾപ്പെട്ടുള്ളവരാണെങ്കിൽ നമുക്ക്
പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്നും ഒരു ഫിംഗർ പ്രിൻറ്റും കിട്ടിയിട്ടില്ല. ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ രാജീവൻ എന്ന് പറയുന്ന പോലീസുകാരൻ യോഗേഷിനോടും പ്രത്യേകം പറഞ്ഞ്, നിങ്ങൾ കണ്ണൂർ ടൗണിൽ പോയിട്ട് അവിടെ രാത്രി ഈ തട്ടുകടകൾ, ഉന്തുവണ്ടിയെല്ലാം ഉണ്ട്. അപ്പം സാധാരണ ഈ കള്ളന്മാരെല്ലാം രാത്രിയിൽ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെയെല്ലാം ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇവർ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുമ്പ് ചെറിയ കേസുകൾ പെട്ടിട്ടുള്ള ഒരു ഗിരീഷൻ എന്ന് പറഞ്ഞ ആളെ ഒരു തട്ടുകട എടുത്ത് കണ്ടു. അപ്പം ഇവർ ദൂരെ നിന്നിട്ട് വാച്ച് ചെയ്തു ഗിരീഷൻ എന്താ ചെയ്യുന്നത്. അപ്പം ഗിരീഷിൻ്റെ ഒപ്പം വേറെ 2 പേരോട് ഉള്ളതായിട്ട് മനസ്സിലായി. അപ്പോൾ ഇവരെന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട്, സാറേ ഇങ്ങനെ ഗിരീഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഗിരീഷിന് പണ്ട് നേരത്തെ ചെറിയ മോഷണ കേസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാനപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ നിന്നിട്ട് ഗിരീഷിനെയും കൂടെ ഉള്ളവർ ഇനി വേറെ വല്ലവരും ആണോ അതോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണോ നമുക്കറിയത്തില്ലല്ലോ, ഈ കളവൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആ കൂടെയുള്ളവർ വല്ല കേസിൽ ഉൾപ്പെട്ടവരോ വല്ലതും ആണോ? ഇപ്പോൾ കണ്ട് പരിചയമൊന്നുമില്ല, അവരറിയത്തില്ല, എന്തായാലും വാച്ച് ചെയ്യാൻ പറഞ്ഞു. അവരെങ്ങോട്ടാണ് പോകുന്നത്, 3 പേരും കൂടെ ഒന്നിച്ചാണോ പോകുന്നത് അതോ ഇവൻ ഗിരീഷ് തന്നെയാണോ പോകുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അവർ കണ്ണൂർ ടൗണിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞ് നമ്മുടെ ഹൈവേയിലേക്ക് പോകുന്ന റൂട്ടിൽ, ഉൾവശത്തിലൂടെ കയറി ഹൈവേയിലേക്ക് പോകുന്ന റൂട്ടിലൂടെ ഇരുട്ടത്തൂടെ ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ ഇവർ വിവരം പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ സി എ ആണ്, വളവട്ടം സി എ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ എസ് ഐയെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എസ് ഐ സ്റ്റേഷനിലുണ്ടായിരുന്നു. നിങ്ങൾ വണ്ടിയും കൊണ്ടല്ല, നിങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, പക്ഷേ 2-3 പോലീസുകാരെ കൂട്ടണം അവിടെ നിന്ന്, പാറാപുരമുള്ളവരാണെങ്കിലും എടുത്തോ, 2-3 പേരെയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. യോഗേഷിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഈ വണ്ടി ഞാൻ സ്റ്റേഷനിൽ നിന്ന് അയക്കാം, എസ് ഐ ഒ അല്ലെങ്കിൽ എ എസ് ഐ ഒ വരും, പോലീസും ഉണ്ടാവും കൂടെ. വണ്ടി വരുന്ന സമയത്ത് ഇവരെ 3 പേരെയും നമ്മൾ പിടിച്ച് ഇടുക. കാരണം നേരത്തെ കേസൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ ഗിരീഷിൻ്റെ കൂടെ ഉള്ളവരും അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അവർ പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വണ്ടിയൊന്നും ഇവരെ 3 പേരെയും കയറ്റി. അപ്പം ഗിരീഷ് പണ്ട് ഇച്ചിരി ഒരു മുഷ്ക് കാണിക്കുന്ന ഒരാളാണ്. അവൻ കുറേ തട്ടിക്കയറുകയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവിടുന്ന്. പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞ് അവനെ വണ്ടിക്കകത്ത് കയറ്റി നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവരെ കൊണ്ടുവന്നു എന്നറിഞ്ഞ പാട് തന്നെ ഞാൻ, അല്ലെ തന്നെ രാത്രിയിൽ ഇപ്പം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പെട്രോളിങ്ങിലാണ്, മിക്കവാറും ടീമുകളെല്ലാം തന്നെ പെട്രോളിങ്ങിലാണ്. കാരണം ഈ 3 കേസ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അത് കണ്ടുപിടിക്കണമെന്ന് ശക്തമായ നിർദ്ദേശം എസ് പി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര ആൾക്കാർ പകലാൾ കുറച്ചിട്ട് രാത്രി നൈറ്റ് പെട്രോളിങ് കൂട്ടിയിരിക്കുന്ന സമയമാണ്. ഞാൻ ഉടനെ സ്റ്റേഷനിൽ ചെന്ന് 3 പേരെയും കണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ഗിരീഷിന് എനിക്ക് നേരത്തെ ടൗണിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പരിചയമുണ്ട്. ബാക്കി 2 പേരെ എനിക്ക് പരിചയമില്ല. അവരുടെ മറ്റു 2 പേരുടെ പേര് വിവരങ്ങൾ ചോദിച്ചു. അപ്പം ഒരാൾ പറഞ്ഞു ഷിബു, ആമ്പല്ലൂർ, തൃശ്ശൂർ ജില്ല. മറ്റേ ആൾ രാജപ്പൻ, ആലപ്പുഴ ജില്ലക്കാരൻ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഗിരീഷിനെ പരിചയം എന്ന് ഇവരോട് ചോദിച്ചു. അപ്പം ഞങ്ങൾ കണ്ണൂർ ടൗണിൽ കുറച്ച് നാളായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്, പണിക്കൊക്കെ വരാറുണ്ട്, അങ്ങനെ ഗിരീഷിനെ കണ്ട് പരിചയമാണ് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഏതാണ്ട് ഒരു 4 മണിയോളം തന്നെ ഞങ്ങൾ ഇവരെ 3 പേരെയും മാറി മാറി ചോദ്യം ചെയ്തു. ഒരു സൂചനയും കിട്ടുന്നില്ല, അവർ ഒന്നും പറയുന്നില്ല. അവസാനം അവരെ അവിടെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ച് അതിന് ശേഷം ഞാൻ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചവർ. ഒപ്പം തന്നെ സി ഡി പാർട്ടിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും നേരത്തെ പോരെ, കാരണം ഇത് ഇവരെ ചോദ്യം ചെയ്യണം, ഇനി ഇവരല്ലെന്നുണ്ടെങ്കിൽ വേറെ നിയമത്തിൽ അന്വേഷണം നടത്തണം, അതുകൊണ്ട് നിങ്ങൾ വരാൻ വേണ്ടി പറഞ്ഞ് അവരും നേരത്തെ എത്തി. അങ്ങനെ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കെ ഒരു 8-8:30 മണിയായിട്ടുണ്ടാവും. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നൊരു പോലീസുകാരനാണ്, സി ഡി പാർട്ടിയിലൊരു പോലീസുകാരനെ വിളിച്ചിട്ട്, സാറേ സാറിൻ്റെ അടുത്തുള്ള ഗിരീഷൻ കഴിഞ്ഞ ദിവസം ഒരു പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയെടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, അതൊന്ന് സാറൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു പിടിവള്ളി കിട്ടിയ പോലെ ഞാൻ ഇവൻ്റെ അടുത്ത് ചെന്നിരുന്നു. അവനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിന്നെ ഒരു സ്ഥലത്ത് കണ്ടല്ലോ, ഒരു കടയെടുത്ത് കണ്ടതായിട്ടൊരു വിവരം ഉണ്ടല്ലോ. അവനൊന്നും പറഞ്ഞില്ല, അവനൊന്നും കേൾക്കാത്തതുപോലെ അവനവിടെ ഇരുന്നു.
നീ ഇതിന് ഉത്തരം പറയണം, നീ എന്തിനാണ് ആ കടയെടുത്ത് പോയെന്നുള്ളതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അവൻ എന്നിട്ടും അനക്കമൊന്നുമില്ല. പിന്നെ മറ്റ് 2 പേരെയും വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇവനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞങ്ങൾ 4 CD പാർട്ടിക്കാരും ഞാനും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ ചോദിക്കുന്ന ചോദ്യം മൊത്തം ഇതാ, നീ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി. നീ എന്തിനാണ് ആ കടയെടുത്ത് പോയത്? അപ്പം ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവൻ്റെ മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ. ഇത് സ്ഥിരമായിട്ട് ഈ ചോദ്യം ചോദിച്ചു, നീ കടയെടുത്ത് പോയി എന്തിനാണെന്ന് ഉത്തരം പറയണം എന്ന് പറഞ്ഞപ്പോഴവന് എന്തോ ഒരു മോശം അവന് തോന്നി, സംഗതി ശരിയല്ലല്ലോ എന്ന്. അപ്പം കുറച്ച് നേരം ആലോചിച്ച് ഇരുന്നതിന് ശേഷം മറുപടി പറഞ്ഞു, സാറേ, ഞാനും ഈ ഇപ്പോൾ ഇവിടെയുള്ള 2 പേരും 3 പേരും കൂടെ ഞങ്ങൾ 2 അമ്പലങ്ങളിൽ കയറിയിട്ടുണ്ട്. 2 വേറെ ഒന്നും കിട്ടില്ല, കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെടുത്തൊരു കടയിൽ കൊടുത്തിട്ടുണ്ട്. സാറ് വന്നാൽ ഞാൻ ആ കട കാണിച്ചു തരാം, അവിടെ കൊടുത്തിട്ടുള്ള സാധനം എടുത്തു തരാം. ഇത് പറഞ്ഞ് അവൻ അവിടെ ഇരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരാശ്വാസം. അവനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടാണ്, കാരണം അവിടെ കണ്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ ആ കൺഫെഷൻ അവിടെ നടത്താൻ കാരണമായത്. അതിലേക്ക് നയിച്ചത് ആ പോലീസുകാരൻ്റെ ജാഗ്രതയാണ്. അവന് ഒരു നേരത്തെ കുറ്റകൃത്യത്തിൽപ്പെട്ട ഒരാളെ ഒരു സ്ഥലത്ത് കണ്ടു എന്നുള്ളത് നമുക്ക് കൺവേ ചെയ്തതുകൊണ്ടാണ് നമുക്ക് ആ ഇൻട്രോഗേഷൻ, ചോദ്യം ചെയ്യൽ ശക്തമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇവൻ പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഇവൻ്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്നിട്ട് അത് റിക്കവറിക്കായി പോയി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഗിരീഷൻ പറഞ്ഞ പ്രകാരം ഗിരീഷിനെയും കൊണ്ട് ഞങ്ങൾ പോയി. അവന് കണ്ണൂർ ടൗണിൽ ചെന്നിട്ടൊരു കട കാണിച്ചു തന്നു. കടക്കാരനെയും കാണിച്ചു, ഇയാൾക്കാണ് സാധനം കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം കടക്കാരനോട് അറിയാവുമെന്ന് ഇയാളോട് ചോദിച്ചു. അപ്പോൾ അറിയാമെന്ന് പറഞ്ഞ് ഇയാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തന്ന സാധനങ്ങൾ അയാൾ എടുത്ത് ഹാജരാക്കി തന്നത് അവിടെ വെച്ചിട്ട് മാസ്റ്റർ തയ്യാറാക്കി ബന്ദോബസ്തിലെടുത്ത് ഈ സമയത്തിനിടയിൽ, അങ്ങോട്ട് പോകുന്നതിനിടയിൽ തന്നെ ഞാൻ യോഗേഷിനോടും രാജീവിനോടും പറഞ്ഞ് മറ്റ് 2 പേരെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യണം. കാരണം നമുക്ക് ഈ 2 കേസും ഇവർ 3 പേരുണ്ടെന്ന് പറയുമ്പോൾ 3ാമത്തെ കേസിലേക്ക് നമുക്ക് സംശയിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് 2 പേരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ചുരുക്കം ഞാൻ ഗിരീഷിനെയും കൊണ്ട് റിക്കവറി നടത്തി സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എനിക്കൊരു നല്ല വാർത്തയാണ് കിട്ടിയത്. നല്ല വാർത്ത, യോഗേഷ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ്, സാർ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്, സാറൊന്ന് ചോദ്യം ചെയ്താൽ മതി. കാരണം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സംശയത്തോടു കൂടിയാണ് മറുപടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സാറൊന്ന് തറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഗിരീഷിനെ സ്റ്റേഷനിലാക്കിയിട്ട് രാജപ്പനെയും ഷിബുവിനെയും ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ പോയി. സെപ്പറേറ്റായിട്ട് ഒരേ ചോദ്യം 2 പേരോടും ചോദിച്ചപ്പോൾ യാതൊരു യോജിപ്പുമില്ലാത്ത ഉത്തരങ്ങളാണ് 2 പേരും തന്നത്. അപ്പോൾ ഇപ്പം ഞാൻ രാജപ്പനോട് നേരിട്ട് അങ്ങ് ചോദിച്ചു, രാജപ്പ, നീ എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു സാർ. എത്ര ദിവസം? 2-3 ദിവസം മുമ്പ്. ആരുടെ കൂടെയാണ് പോയത്? ഞാൻ ഷിബുവിൻ്റെ കൂടെയാണ് പോയത്. ഇപ്പോൾ ഇവിടെയുള്ള ഷിബുവിൻ്റെ കൂടെ. എങ്ങോട്ടാണ് പോയത്? ഞാൻ കരുവഞ്ചാലിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട് സാർ, അവിടെ പോയായിരുന്നു. അവിടെ ഒരു ദിവസം തങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ആ വീടൊന്ന് പോയാലോ രാജപ്പ എന്ന് ഞാൻ പറഞ്ഞു. രാജപ്പനെയും കൂട്ടി ഞങ്ങൾ നേരെ കരുവഞ്ചാലിലേക്ക് വിട്ടു. ഈ കരുവഞ്ചാലിൽ ചെന്നപ്പോഴാണ് ഇവന് കരുവഞ്ചാലിൽ ബന്ധുക്കളാരുമില്ല. അപ്പോൾ അവൻ വെറുതെ നമ്മളെ പറ്റിക്കാനായിട്ട് പറഞ്ഞ കരുവഞ്ചാലി പോയി എന്നുള്ളത് വെറുതെ പറഞ്ഞ്. ഞാൻ വീണ്ടും, നീ പറ്റിക്കാൻ നിൽക്കണ്ട, നീ എവിടെയാണ് നിൻ്റെ ബന്ധുക്കൾ ഉള്ളതെന്ന് പറ. സാർ, ആലക്കോടൊന്നും കുറച്ചു ദൂരെ പോകണം, അവിടെയാണ് എനിക്ക് ബന്ധുക്കളുള്ളത്. ആലക്കോടിനടുത്ത് എവിടെ സ്ഥലമെന്ന് പറ. അപ്പോൾ അവൻ പറഞ്ഞ് കാപ്പിമല, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ നയിച്ച് കുറേ അങ്ങ് പോകണം ഉള്ളിലൊക്കെ. കാപ്പിമല അങ്ങോട്ട് റോഡൊക്കെ വളരെ മോശമാണ്. പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി.
അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഇവൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലെത്തിയപ്പം അവിടെ അയാൾക്കെന്തോ സുഖമില്ലാണ്ടിരിക്കുക. ആ വീട്ടുകാരന് സുഖമില്ലാണ്ട് നടക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യത്തിലായിരിക്കുന്നത്. പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഇവനെ വണ്ടിയിൽ നിന്ന് ഇറക്കത്തില്ല. ഞങ്ങൾക്ക് രാജപ്പൻ എന്ന് പറഞ്ഞ ഒരു ആളെ അറിയാമോ, നിങ്ങൾക്ക് ബന്ധുവായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്, അയാൾ ആലപ്പുഴക്കാരനാണ്, അയാൾ കഴിഞ്ഞ ദിവസം അവിടെ വന്നില്ലേ. പെണ്ണുങ്ങളോട് ചോദിച്ചു. വന്നിരുന്നു. എന്താ നിങ്ങൾക്ക് തന്നേ? ഞങ്ങൾക്ക് കുറച്ച് പൈസ തന്ന്, ചേട്ടൻ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് കുറച്ച് പൈസ കൊണ്ട് തന്നെ. ഞാൻ എത്ര രൂപയുണ്ട്? ഒരു 5000 രൂപ തന്നു. അപ്പം അവരെ അവിടെ നിർത്തി. ഇനി മിണ്ടണ്ട, നിങ്ങൾ പരസ്പരം ഭർത്താവിനോട് നിങ്ങൾ എവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജപ്പനോട് ചോദിച്ചു. രാജപ്പ, 5000 രൂപ എവിടെയാ? നീ എവിടെ നിന്നാണ് കിട്ടിയത് നിനക്ക് കൊടുക്കാനായിട്ട്? പെണ്ണുങ്ങളോട് പോയി വീണ്ടും ചോദിച്ചു. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു വേറെ ഒന്നുമില്ല. അന്നത്തെ ദിവസം ഇവിടെ പുള്ളിക്കാരൻ ഇവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെയാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ രാജപ്പനോട് ഞാൻ വീണ്ടും വന്ന് ചോദിച്ചു, രാജപ്പ സത്യം പറഞ്ഞു, കാരണം ഇത് നിനക്ക് പൈസ വേറെ എങ്ങും കിട്ടാൻ യാതൊരു സാധ്യതയില്ല. എന്താണ്, എവിടെ നിന്നാണ് പൈസ കിട്ടിയെന്ന് കൃത്യമായിട്ട് പറയാം. ഇനി ഇവിടെ നിന്നാണ് നീ പൈസ വാങ്ങിച്ച സ്ഥലത്തേക്ക് പോവും, അല്ല പൈസ എനിക്ക് കിട്ടിയ സ്ഥലത്തേക്ക് പോവും, വിട്ടിട്ട് ഞാൻ പോവില്ല, നീ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോഴും രാജപ്പൻ മനസ്സ് തുറന്നു. നാണിയൂർ ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹവും ആഭരണങ്ങളും മോഷ്ടിച്ചത് ഞാനും ഷിബുവും ഗിരീഷനും ചേർന്നാണ് എന്ന് രാജപ്പൻ സമ്മതിച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ എവിടെ വിഗ്രഹം, എവിടെ ആഭരണങ്ങൾ, എവിടെ? സാർ, ആഭരണങ്ങൾ ഇവിടെ ഇല്ല, വിഗ്രഹം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, സാറ് വന്നാൽ ഞാൻ എടുത്ത് തരാം. ഈ വിവേന എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ വീടിന് തൊട്ട് പുറകിൽ ഒരു കല്ല് വെച്ച് കെട്ടിയ കയ്യാലയുണ്ട്. ആ കയ്യാല എന്നൊരു കല്ലെടുത്ത് മാറ്റിയപ്പോൾ അതിനുള്ളിൽ ഈ വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ വിഗ്രഹം മാസ്റ്റർ തയ്യാറാക്കി സാക്ഷികളെ വിളിച്ചു വരുത്തി അവരുടെ സാന്നിധ്യത്തിൽ ബന്ദോബസ്തിലെടുത്തു. ഞങ്ങൾ തിരികെ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ ഗിരീഷനുണ്ടായിരുന്നു. ഇപ്പം രാജപ്പൻ കുറ്റസമ്മതം നടത്തിക്കൊണ്ട് നമുക്ക് ഈസിയായി ഗിരീഷിനോട് കാര്യങ്ങൾ ചോദിക്കാൻ. ഗിരീഷിനോട് ചോദിച്ചു. പെട്ടെന്ന് തന്നെ ഗിരീഷൻ കുറ്റസമ്മതം നടത്തി. അങ്ങനെ ഗിരീഷൻ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗണിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ അവർ ഹാജരാക്കി തന്നത് മാസ്റ്റർ തയ്യാറാക്കി ബന്ദോബസ്തിലെടുത്തു. റിമാൻഡ് റിപ്പോർട്ട് സഹിതം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മുദ്രകളും കോടതിയിൽ ഹാജരാക്കി. ഇതിനിടയിൽ ഈ അമ്പല കമ്മിറ്റിക്കാർ വന്ന് ഈ മുദ്രകളെല്ലാം കണ്ട് തിരിച്ചറിയുന്നുണ്ട്. തുടർന്ന് മറ്റ് സാക്ഷികളെ ചോദ്യം ചെയ്ത് കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ കൊടുത്തു. ഈ കേസുകൾ വിചാരണയ്ക്ക് വന്നപ്പോൾ കേസുകളിൽ വിഗ്രഹമോഷണ കേസിൽ 3 പ്രതികൾക്കും വിചാരണ കോടതി ശിക്ഷ കൊടുത്തു. സർവീസ് കാലഘട്ടത്തിൽ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. കാരണം മേലുദ്യോഗസ്ഥന്മാരുടെ സഹകരണവും, ആരും എന്നോട് ഒരു മോശമായി പെരുമാറുകയോ അങ്ങനെയൊന്നും ചെയ്തതായിട്ട് ചെറിയ ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാവുമെന്നല്ലാണ്ട് എന്തെങ്കിലും ബോധപൂർവം എനിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കത്തക്ക ഒരു തരത്തിൽ മാറുകയോ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷേ 99, 2000, 2001 വർഷങ്ങൾ ഈ സമയത്ത് ഞാൻ SI ആണ്. എനിക്ക് അത് വല്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത്. അതായത് അന്നൊക്കെ ഈ കൂത്തുപറമ്പ്, ഇരിട്ടി ആ മേഖലകളിലൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തെ പോലും തന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 2000 ഞാൻ നാദാപുരം SI. അന്ന് ആയിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയ സംഘടനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കാണുന്നതിന് ശൈലജ ടീച്ചർ അടക്കമുള്ള കുറേ MLAമാർ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് തൊക്കൽങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വണ്ടിക്ക് നേരെ ബോംബേർ MLAമാർ വരുന്നു, പോലീസ് വാഹനങ്ങളുണ്ട്, കാണുന്നുണ്ട്. ഞാൻ സന്ധ്യ ആവുന്നതേ ഉള്ളൂ, മുന്നിൽക്കൂടെ ബോംബ് പോയിട്ട് അപ്പുറത്തുനിന്ന് പൊട്ടുന്നത്.
അപ്പോൾ ഇതിനിടയിൽ വണ്ടി ഡിവൈഡറിനകത്ത് കയറുന്നു എൻ്റെ ജീപ്പ്. അപ്പം ആ ഡ്രൈവറുടെ ഒരൊറ്റ ഒരു കഴിവ് കൊണ്ടാണ് ശരിക്കും അന്ന് ജീപ്പ് മറിയത്. നമ്മുടെ ജീപ്പ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പുറകിൽ വരുന്ന ബാക്കി MLA മാരുടെ വണ്ടിയെല്ലാം വരുന്നത് പുറകെയാണ്. അത് വലിയൊരു രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങുമായിരുന്നു. അവിടുന്ന് ഡ്രൈവർ മനസാന്നിധ്യം എടുത്ത് വണ്ടി മുന്നോട്ടെടുത്തത് കൊണ്ട് മാത്രം ഒരു അപകടം ഒഴിവായി. അത് കുറേ ബോംബ് പൊട്ടിയായിരുന്നു അന്ന്. പിന്നീട് പിന്നെ ടീച്ചർ പറഞ്ഞ് ഞാൻ തന്നെ പോയിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടെങ്കിലും മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം ടീച്ചർ കൊണ്ടുവന്ന് വീട്ടിലാക്കുന്നത് ഞാനാണ്. അന്നു മുതൽ ആ ഒരു ബന്ധം തുടരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ KPCC പ്രസിഡൻറ്റ് ഒരു വേദിയിൽ സംസാരിക്കാൻ വരുന്ന അവസരത്തിൽ പ്രസംഗിക്കാൻ വരുമ്പം വേദിയില്ല, വേദി പൊളിച്ചു കളഞ്ഞു, ബോംബെറിയുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിനെ കൂട്ടി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, പെട്ടെന്ന് ചൂടാവും. നിങ്ങളെന്ത് SI ആണ്, നിങ്ങൾ ഒരു സംരക്ഷണം തരേണ്ട ആളല്ലേ, നിങ്ങളെന്ത് സ്റ്റേജ് സംരക്ഷിക്കാത്തെന്നെല്ലാം ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ വട്ടിപ്പുറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അതും 2000-ലാണ്. അവിടെ ഒരു സന്ധ്യയ്ക്ക് ഒരു ബോംബ് പൊട്ടുന്നു. അവിടെ ചെന്ന് ആ സ്ഥലമൊക്കെ നോക്കി ഇരിക്കുമ്പോൾ അവിടെ അതൊരു പിന്നെ RSS അനുഭാവിയുടെ വീടാണ്. അപ്പോൾ അവിടെയാണ് ബോംബ് പൊട്ടിയത്. അപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞ് ശ്രദ്ധിക്കണം, പോലീസിൻ്റെ കാവൽ ഇവിടെയുണ്ട്. അപ്പോൾ ഒരു നേതാവ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ പോലീസിൻ്റെ കാവലൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ ഇന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോലീസിനെ കുറച്ച് ദൂരേക്ക് മാറ്റിയിട്ട് എന്തിനു പറയുന്നു, അന്ന് രാത്രി ആ വീട്ടിൽ കയറി അയാളെ വെട്ടിക്കൊല്ലുന്നു. അയാളോട് വർത്താനം പറഞ്ഞിട്ട് പോകുന്നതാണ് നമ്മൾ, ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്. എന്നിട്ട് രാത്രിയിൽ അയാളെ വെട്ടിക്കൊല്ലുന്ന പിന്നെ അയാൾ കൊണ്ടുപോകേണ്ട അവസ്ഥ നമുക്കുണ്ടായി. അതുപോലെ തന്നെയാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് 2000-ൽ അസ്ന എന്ന് പറയുന്ന കുട്ടിക്ക് ബോംബേറിൽ പരിക്ക് പറ്റുന്നതും കാല് പോകുന്നതല്ല. ഈ അസ്നയുടെ കല്യാണം ഈ അടുത്ത ദിവസം കഴിഞ്ഞു, ഇപ്പോൾ ഡോക്ടറാണ് ആ കുട്ടി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച ഒരു സ്ഥലം കൂടിയാണ് കൂത്തുപറമ്പ്. ആൾക്കാർ സ്നേഹമുള്ള, സാധാരണ മനുഷ്യന്മാർ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഏതായാലും ആ ഏരിയ എല്ലാം ശാന്തമാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ എല്ലാം ഇപ്പോൾ മനുഷ്യന്മാർ സന്തോഷത്തോടെ ജീവിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ വല്ലാത്ത ചാരിതാർത്ഥ്യമാണ്. അതിനൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ചെറുതായിട്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം.